അങ്ങനെ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഫിനാലെ കണ്ടു. എനിക്കിത് അവിടെ ഇവിടെ ഒന്നും തൊടാതെ ആർക്കും മോശമാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര നല്ലതാണെന്നോ പറയാൻ തോന്നിക്കാത്ത വിധത്തിൽ ഒരു സേഫ് സോണിൽ കൊണ്ട് നിർത്തിയതുപോലെയാണ് ഫീൽ ചെയ്തത്. ഒരു നീറ്റ് ആയിട്ടുള്ള അവസാനമായിരുന്നു. ഭയങ്കര വാവ് മൊമെന്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഇപ്പോ സീസൺ 5 വോളിയം 1 തന്ന അത്രയും സംതൃപ്തി അവസാനത്തെ എപ്പിസോഡുകൾക്ക് പൂർണ്ണമായിട്ടും തരാൻ പറ്റിയില്ല എന്നാണ് പൊതുവെ തോന്നിയത്. സ്റ്റിൽ ഇറ്റ് വാസ് ഓക്കെ. ഇത് ഇങ്ങനെയൊക്കെ തീർക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? 2 മണിക്കൂർ ഫൈറ്റ് മാത്രം ഇട്ട് കാണിക്കണം. ഇതിൽ എൽ ചെയ്യുന്നതൊക്കെ എനിക്ക് വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. എങ്ങനെയായിരിക്കും ഇത് തീർക്കുക എന്ന് ഞാൻ ഊഹിച്ചതുപോലെയൊക്കെ തന്നെയാണ് എൽ ചെയ്തതും കഥ തീർന്നതും. ഇപ്പൊ ഇത്രയും വർഷമായിട്ട് ഇവര് സൃഷ്ടിച്ചെടുത്ത ക്യാരക്ടേഴ്സ്, അവരുടെ ഇമോഷൻസ്, ഇതെല്ലാം നല്ലതായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഓരോ ആൾക്കാരുടെയും അവരുടെ ഫ്രണ്ട്ഷിപ്പ്, എന്ത് പ്രശ്നം വന്നാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഒത്തൊരുമയുണ്ടല്ലോ, ആ ഒരു മെന്റാലിറ്റി, മൊത്തം ഒരു ഫാമിലി ആയിട്ട് ഇവര് തങ്ങളെ കരുതുന്നത്, ഒരുമിച്ച് വില്ലനോട് ഒരുപോലെ പൊരുതി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ലെവനും വില്ലും ഒക്കെ അവരുടെ പവേഴ്സ് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുമ്പോൾ ബാക്കി സാധാരണ മനുഷ്യരായിട്ടുള്ള ക്യാരക്ടേഴ്സ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ നൈസാണ്. ഇതിൽ തന്നെ നാൻസി ഭയങ്കര രസം ഉണ്ടായിരുന്നു. അതുപോലെ ഡസ്റ്റിനും സ്റ്റീവും അങ്ങനെ ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ മൊത്തത്തിൽ ഒരു ഇമോഷണൽ റൈഡ് എന്ന നിലയ്ക്കാണ് ഇവർ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. സോ ആ ഒരു സംതൃപ്തി തന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫിനാലയുടെ പകുതി തന്നെ ഇവര് ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഹാപ്പി എൻഡിങ്ങിന് വേണ്ടി അങ്ങ് മാറ്റി വെച്ചേക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് തീർന്നു നമുക്ക് തോന്നിപ്പിക്കാത്ത വിധത്തിൽ അവരുടെ ശേഷകാല ജീവിതം ഒക്കെ കാണിച്ചുകൊണ്ടായിരുന്നു. ഇതിനകത്ത് 1989 അവസാനം കാണിക്കുന്നത്. ആ ഇന്ത്യാന ജോൺസിന്റെ സിനിമ 89 മെയ്യിൽ ഇറങ്ങിയ പടമാണ്. സോ എല്ലാം ഒതുങ്ങിയതിനു ശേഷമുള്ള ആ ഒരു ഹാപ്പി എൻഡിങ് കാലഘട്ടം കുറച്ചു നേരം കാണിച്ചത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇവര് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞതുപോലെ തൂവാലെടുത്ത് വെച്ചോ കരയാൻ വേണ്ടി അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ ഫീൽ ഒന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തീർന്നുകൊണ്ടാവാം. ക്യാരക്ടേഴ്സ് പറയുമ്പോൾ ഇത്തവണ 11 ഓക്കെ ആയിരുന്നു. പക്ഷെ വില്ലനെ ഇങ്ങനെ മല പോലെയൊക്കെ കാണിച്ചിട്ട് ലാസ്റ്റ് വന്ന് വീക്ക് ആയതുപോലെ എനിക്ക് തോന്നി. ഇത്രയുള്ള വെഗ്ന എന്ന് തോന്നി. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഒരേപോലെ തന്നെ ഇവര് പ്രാധാന്യം കൊടുത്ത് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആരും ഓവറായോ അല്ലെങ്കിൽ താഴെ പോയതായിട്ടോ എനിക്ക് തോന്നിയില്ല. ഞാൻ എപ്പോഴും എനിക്കിതിൽ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും വിട്ടുപോയ ഒരാളുണ്ട്, മുറേ ബോമാൻ എന്ന ക്യാരക്ടർ. പുള്ളി കിടുവാണ്. അതുപോലെ തന്നെ എനിക്കിതിൽ ജോയ്സ് ലാസ്റ്റ് വന്നിട്ട് നീ തെരഞ്ഞെടുത്ത ഫാമിലി തെറ്റിപ്പോയി എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ നാൻസിയുടെ ഒക്കെ അമ്മയുണ്ടല്ലോ, മിസസ് വീലറിനെ പോലെ ഇത്തവണ ജോയ്സിന് ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജിം ഹോപ്പർ മൂവ് ഓൺ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പിള്ളേരെല്ലാവരും, മെയിനായിട്ട് ഡസ്റ്റിൻ, അതുപോലെ മൈക്ക്, മാക്സ്, ബില്ല്, ലൂക്കാസ്, ഹോളി, എറീക്ക, അതുപോലെ തന്നെ നാൻസി, ജോനാത്തൻ, സ്റ്റീവ് ത്രയങ്ങൾ, പിന്നെ നമ്മുടെ റോബിൻ ചെല്ലക്കുട്ടി, അങ്ങനെ എല്ലാവരും. ഈ റോബിൻ, സ്റ്റീവ്, ഡസ്റ്റിൻ ഇവരാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ടെക്നിക്കൽ സൈഡിലും സ്ഥിരം എപ്പിസോഡുകളൊക്കെ പോലെ തന്നെ ഇതിലും കൊണ്ടുപോയിട്ടുണ്ട്. എടുത്തു പറയാനായിട്ടൊന്നും തോന്നിയില്ല, മോശം നല്ല പറഞ്ഞാൽ പഴയതുപോലെ തന്നെ നൈസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് കുറച്ച് ടൈം എടുത്ത് കുറച്ച് ലെങ്ത് കൂടുതലായിരുന്നു അവസാനത്തെ കുറച്ച് എപ്പിസോഡുകൾക്കൊക്കെ എന്നുള്ളതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അത് കഥയ്ക്ക് ആവശ്യമായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ നിരാശയൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറം എന്തെങ്കിലും തരുമ്പോഴാണല്ലോ ഒരു വാവ് എന്നൊക്കെ തോന്നുന്നു. അത്രയ്ക്കൊന്നും ഫിനാലെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. സോ ഒരു നീറ്റ് വാച്ച്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഫിനാലെ എപ്പിസോഡിന് 2 മണിക്കൂർ 8 മിനിറ്റ് ആയിരുന്നു ലെങ്ത്. പിന്നെ ഒരു കാര്യം, ഇതിൽ ഈ അനാവശ്യ വോ കൾച്ചർ കുത്തിക്കയറ്റി എന്ന് കുറച്ച് പേര് പറഞ്ഞു കരയുന്നത് കണ്ടു. അത് സാരമില്ല. അങ്ങനെ പറയുന്നവരുടെ ഉള്ളിലെ ഹോമോഫോബിയ പുറത്തു വന്നതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ സീരീസിൽ തന്നെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ്. ഒരു ഭീകര സംഭവം അല്ലെങ്കിൽ ഒരു മിഷനൊക്കെ ഇവര് എല്ലാവരും കൂടെ പോകുമ്പോൾ ഏതെങ്കിലും 2 ക്യാരക്ടേഴ്സ് തമ്മിൽ ഒന്നുകിൽ അടി വെക്കുക അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുക, പെരുമാറുക എന്നൊക്കെ ഉള്ളത് ചിലപ്പോ എല്ലും ഹോപ്പറും തമ്മിലായിരിക്കും. അതല്ലെങ്കിൽ ഡസ്റ്റിനും സ്റ്റീവും തമ്മിലായിരിക്കും അടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ മൈക്കും എല്ലും തമ്മിലായിരിക്കും. പൊതുവെ അവരങ്ങനെയാണ്. നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നിന്ന് കഥാപ്രസംഗം നടത്താതെ കലവടക്കി സാമി എന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഇവരിങ്ങനെ മനഃപൂർവ്വം കഥയിൽ വലിപ്പിക്കുന്നതാണ്. അതൊക്കെ നമ്മൾ സഹിച്ചു. അതൊക്കെ സഹിച്ച ആൾക്കാർക്ക് പോലും വില്ലിന്റെ പോർഷൻ മാത്രം പിടിക്കുന്നില്ലെങ്കിൽ അത് ഹോമോഫോബിയാണ്. ഓഫ് കോഴ്സ് ആ ഒരു കമ്മിങ് ഔട്ട് സംഭവം ആ ടൈമിൽ കൊണ്ടുവച്ചത് ഈ മേൽ പറഞ്ഞ സംഭവങ്ങൾ പോലെ തന്നെ അസ്ഥാനത്തായിരുന്നു. കുറച്ച് ഇറിറ്റേഷൻ ഒക്കെ നമുക്ക് തോന്നും, അത് സത്യമാണ്. പക്ഷെ ഇതെല്ലാ ക്യാരക്ടേഴ്സിന്റെ കേസിലും അവർ കഥയിൽ ചെയ്യാറുണ്ട്. ഇപ്പൊ അവരുടെ മനസ്സിലുള്ളത് പറയാതെ വെച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറയുക, ഒരു മെന്റൽ ബ്ലോക്ക് ആർക്കും ഉണ്ടാക്കാതെ ഫൈനൽ ഫൈറ്റിന് വേണ്ടി, ആ ഒരു മിഷന് വേണ്ടി ആ ഒരു മെന്റൽ സ്ട്രെങ്ത് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അനാവശ്യമാണെങ്കിൽ ഇതെല്ലാം അനാവശ്യമായിട്ട് തന്നെ തോന്നണം. അത് മാത്രമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നുന്നവരുടെ മനസ്സിന്റെ വലിപ്പക്കുറവുകൊണ്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തന്മാരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലെ ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ച LGBT കമ്മ്യൂണിറ്റിയോടുള്ള മൊത്തത്തിലുള്ള ആ ഒരു വെറുപ്പ് അത് പുറത്തു വരുന്നതാണ്. ഇത് ഭയങ്കര ഓവർ ആണെങ്കിൽ ഞാനും പറയും. എനിക്ക് അങ്ങനെ അനാവശ്യമായിട്ടോ ഓവറായിട്ടോ തോന്നിയില്ല. എല്ലാ ക്യാരക്ടേഴ്സിനും പറ്റിയതുപോലെയാണ് എനിക്കിതിലും തോന്നിയത്.
അല്ലെങ്കിൽ തന്നെ ഈ കുറച്ചു കാലമായിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ഒക്കെ പേടിച്ച് പ്രോഗ്രസീവ് ആണെന്നൊക്കെ നടിച്ചൊതുങ്ങിയിരുന്ന കുറച്ച് വാണങ്ങളൊക്കെ തനിക്കണം പുറത്ത് കാണിക്കുന്നതായിട്ടാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. പലരുടെ ഉള്ളിലുള്ള ഹോമോഫോബിയ അങ്ങനെ പുറത്തു വരുന്നത് മാത്രം സ്വാഭാവികം. എല്ലാവരും ജീവിക്കട്ടെ, എല്ലാവരുടെയും കഥകൾ വരട്ടെ. കാലാകാലങ്ങളായിട്ട് സ്ട്രെയിറ്റ് ക്യാരക്ടേഴ്സിന്റെ വിഷമങ്ങൾ എല്ലാവരും കാണുന്നതും അംഗീകരിക്കുന്നതും ഒക്കെ അല്ലേ. അപ്പോൾ ഉള്ളിലുള്ള വിഷമം തുറന്നു പറയാൻ പോലും ആരുമില്ലാത്ത, പറഞ്ഞാൽ ഫ്രണ്ട്സ് നഷ്ടമാകുമോ എന്ന് പേടിച്ച് ജീവിച്ച കുറച്ച് ആൾക്കാരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ മാത്രം എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.